എർലി ഫ്ലോപ്പായ ഒരു ഡേ ആയിരുന്നു ഈ ഒരു ലാസ്റ്റ് സാറ്റർഡേ. ആക്ച്വലി വയനാട് മാർട്ടിൽ പോകാമെന്നും പറഞ്ഞിരുന്നതാണ് കുദാമിൽ. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയതാണ്. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്കറിയാമായിരുന്നു സാറ്റർഡേയും സൺഡേയും നല്ല തിരക്കായിരിക്കും, പക്ഷേ ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരുമാതിരി സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈനിൽ പോകത്തില്ലേ, അതേ കണക്ക് പയ്യെ 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 എഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോകുന്നു. നമുക്ക് വലുതായിട്ടൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത്രയും ആൾക്കാരുണ്ട് അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടന്ന് 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 കാഴ്ചകൾ, ലൈറ്റ്സൊക്കെ അടിപൊളിയാണ്, ഷോപ്സും ഉണ്ട്. നമ്മൾ ലാസ്റ്റിൽ ഇഷ്ടപ്പാർക്കിൽ ഞാൻ പോയപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു. അന്ന് മഴയായിരുന്നു, ഇന്ന് മഴയൊന്നുമില്ല, പക്ഷെ നല്ല ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഗ്ലോ വൈനും വാങ്ങി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോയത്. അപ്പോൾ ഗ്ലോ വൈനും വാങ്ങി ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. നേരെ അവിടെ നിന്നെടുത്ത് വെളിയിലോട്ട് ചാടി. കാരണം അവിടെ പോയിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല. ഇങ്ങനെ നിരങ്ങി പോയിട്ട് വലുതായിട്ടൊന്നും കാഴ്ച നല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടം വരെ വന്നാലേ നേരെ യൂറോപ്പ സെൻറ്ററിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം നേരെ നമ്മൾ യൂറോപ്പ സെൻറ്ററിലോട്ട് വിട്ടു. അവിടുത്തെ എന്തൊക്കെ ലൈറ്റ്സും ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, അവിടെ ലൈറ്റ്സൊക്കെ ഉണ്ട്. ഈ ഒരു ഗ്ലൂ വൈൻ കുറച്ച് കുടിച്ചിട്ട് ഞാൻ പകുതിയായപ്പോൾ എടുത്ത് ഡ്രോപ്പ് ചെയ്യണത്. അപ്പം ഇവിടുത്തെ ലൈറ്റ്സും ഇതാക്കാൻ കുഴപ്പമില്ല, നല്ല ബ്യൂട്ടി, അവർ നല്ല രീതിക്ക് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇത് എന്തായാലും വരപ്പോൾ നിങ്ങൾ ബെർലിൻ വന്നെങ്കിൽ എന്തായാലും യൂറോപ്പ സെൻറ്ററിൽ പോയി കാണേണ്ട സംഭവങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ നടുക്ക് ലൈറ്റൊക്കെ വെച്ച് ഒരു വെള്ളമാണ്, ഒരു ലൈക്ക് വെള്ളം. ഇങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി നേരെ വീട്ടിലോട്ട് വിട്ട്. ഗ്ലോ വൈനും ചതിച്ചു, ക്രിസ്മസ് മാർക്കറ്റും ചതിച്ചു.